നമസ്കാരം. ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പൗരത്വത്തിനായി അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കാൻ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നിർദ്ദേശിച്ചു. ഇതോടെ നിലവിൽ അമേരിക്കയിൽ പെർമനന്റ് റെസിഡൻസി പെർമിറ്റുള്ള ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പൗരത്വം എടുക്കുന്നത് ചെലവേറിയ ഒരു നടപടിയായി മാറും. എല്ലാ വർഷവും ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേരാണ് പൗരത്വത്തിനായി അപേക്ഷിക്കാറുള്ളത്. പുതിയ നിർദ്ദേശം അനുസരിച്ച് ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പൗരത്വത്തിനായി അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോർ നാച്ചുറലൈസേഷൻ എന്ന ഫോം N-400ന്റെ ഫീസ് നിലവിൽ $760 നിന്നും $1330 ആക്കി ഉയർത്തും. പേപ്പർ വഴി അപേക്ഷ നൽകുന്നതിനുള്ള ഫീസാണിത്. 75% വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഓൺലൈൻ വഴി അപേക്ഷ നൽകുന്നതിനുള്ള ഫീസ് നിലവിലെ $710 നിന്നും 80% വർദ്ധിപ്പിച്ച് $1280 ആക്കും. അതോടൊപ്പം കുറഞ്ഞ വരുമാനക്കാർക്ക് നിലവിൽ അപേക്ഷാ ഫീസിലുള്ള ഇളവും ഇല്ലാതെയാകും. മാത്രമല്ല, പൗരത്വത്തിനായി അപേക്ഷാ ഫീസിൽ നൽകിയിരുന്ന എല്ലാ ഇളവുകളും പുതിയ നിർദ്ദേശപ്രകാരം ഇല്ലാതെയാകും. അമേരിക്കൻ പൗരത്വം ആർജിക്കുന്നവരിൽ ഇന്ത്യക്കാർ മുന്നിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഫീസ് വർധനവ് എന്നത് നിലവിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊപ്പം തന്നെ കാൽനൂറ്റാണ്ടായി അമേരിക്കയിൽ കഴിയുന്നവർ വരെ ഇനി ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. 2 പതിറ്റാണ്ടിലേറെ അമേരിക്കയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഹോണ്ടറസ് സ്വദേശിനി ജാനത്ത് എന്ന 50-കാരിക്ക് അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് മൂലം ജോലി നിഷേധിക്കപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ഈ വാർത്ത അമേരിക്കൻ കുടിയേറ്റക്കാർക്കിടയിൽ കനത്ത ആശങ്കകൾക്ക് ഇടയാക്കുകയാണ്. 10 ലക്ഷത്തിലേറെ പേരെ അമേരിക്കയിൽ താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും നിയമപരമായി സമ്മതിക്കുന്ന ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റാറ്റസിലായിരുന്നു അവർ ഇത്രയും നാൾ അമേരിക്കയിൽ കഴിഞ്ഞിരുന്നത്. സംഘർഷങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ, മറ്റു ദുരിതപൂർണമായ സാഹചര്യങ്ങൾ എന്നിവ അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ സ്റ്റാറ്റസ് നൽകുന്നത്. കഴിഞ്ഞ വർഷം ഹോണ്ടറാസ് ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഈ വ്യവസ്ഥ ട്രംപ് ഭരണകൂടം എടുത്തു കളഞ്ഞിരുന്നു. ഇതോടെ ഇവിടെ നിയമപരമായി തുടരുന്ന പല കുടിയേറ്റക്കാരുടെയും ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇവർ ഏത് നിമിഷവും അറസ്റ്റിലാവുകയും നാട് കടത്തപ്പെടുകയും ചെയ്തേക്കാം എന്ന ഭീതിയിലാണ് നാളുകൾ ചെലവഴിക്കുന്നത്. 23 വർഷത്തെ നഴ്സിംഗ് ജീവിതത്തിനിടയിൽ 7 തവണയാണ് ജനത ദേശീയ നഴ്സിംഗ് അവാർഡ് നേടിയത്. ഇവർക്കാണ് ഇപ്പോൾ നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കാൻ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ജോലി നഷ്ടമായതോടെ മോർഗേജ് അടയ്ക്കാൻ വഴിയില്ലാതെ ഇവർ ഇപ്പോൾ 85 വയസ്സായി തന്റെ അമ്മയ്ക്കൊപ്പം മകളുടെ വീട്ടിൽ താമസിക്കാൻ ഒരുങ്ങുകയാണ്. അനധികൃത കുടിയേറ്റക്കാരെ ഏറെ പ്രചരണങ്ങളോടെ ഒഴിപ്പിക്കുന്നതിനിടയിൽ നിയമപരമായി താമസിക്കുന്നവരെ നിശബ്ദ കുടിയിറക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ എന്ന് പല കോണുകളിൽ നിന്നും വിമർശനവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം കൂടി അവിടെ വരുന്നത്. ഉപരിപഠനത്തിനായി അമേരിക്ക ലക്ഷ്യമിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കനത്ത ആശങ്ക സമ്മാനിച്ചുകൊണ്ട് US വിസ നിയമങ്ങളിൽ വൻ പരിഷ്കാരവും വരുന്നത്. US നിലവിലുള്ള ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് സമ്പ്രദായം അവസാനിപ്പിച്ച വിസകൾക്ക് നിശ്ചിത കാലാവധി ഏർപ്പെടുത്താനുള്ള സുപ്രധാന നിർദ്ദേശത്തിന് വൈറ്റ് ഹൗസ് അംഗീകാരം നൽകിയിരിക്കുകയാണ്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് US തുടരുന്നതിന് അധികൃതരിൽ നിന്നും പ്രത്യേക അനുമതി വേണ്ടിവരും. നിലവിൽ കോഴ്സ് തീരുന്നതുവരെ US തുടരാൻ വിദ്യാർത്ഥികൾക്ക് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ പുതിയ മാറ്റം വരുന്നതോടെ ഫിക്സഡ് അഡ്മിഷൻ പീരീഡ് നടപ്പിലാക്കുകയും പരമാവധി 4 വർഷം വരെ ഇത് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.